സൗന്ദര്യത്തിന്റെയും സംസ്കാരത്തിന്റെയും പേരിൽ സ്ത്രീകളെ ക്രൂരമായി വേദനിപ്പിച്ചുകൊണ്ട് ശരീരത്തിൽ മാറ്റങ്ങൾ വരുത്തുന്ന ചില ഗോത്രവിഭാഗങ്ങളുണ്ട്. കാലിന്റെ നീളം കുറച്ചും പല്ല് രാഗിയും ചുണ്ടിലും മൂക്കിലുമെല്ലാം തുളയിട്ടും സ്ത്രീകളെ അവർ ദ്രോഹിക്കാറുണ്ട്. എന്നിട്ടും സ്ത്രീകൾ അത് സന്തോഷത്തോടെ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത്. അതിനൊരു വലിയ കാരണമുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് വ്യത്യസ്ത രാജ്യങ്ങളിലെ പുരുഷന്മാരും സ്ത്രീകളും ശരീര സൗന്ദര്യം വർദ്ധിപ്പിക്കാൻ വേണ്ടി ചെയ്തു കൂട്ടുന്ന വിചിത്രങ്ങളായ കാര്യങ്ങളെക്കുറിച്ചാണ്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ മുഴുവൻ വീഡിയോ കാണൂ. എല്ലാവർക്കും ഫെമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. ആദ്യമായി നമുക്ക് ഒഡാബെ ട്രൈബ്സിനെ കുറിച്ച് സംസാരിക്കാം. പശ്ചിമാഫ്രിക്കയിലെ നൈജറിൽ താമസിക്കുന്ന ഒരു നാടോടി ഗോത്രമാണ് ഒഡാബെ. അവരുടെ വ്യത്യസ്തമായ സാംസ്കാരിക ആചാരങ്ങൾക്കും പ്രത്യേകിച്ച് പുരുഷ സൗന്ദര്യത്തിനും പ്രാധാന്യം നൽകുന്നവയ്ക്ക് പേരുകേട്ടവരാണിവർ. സ്ത്രീ പങ്കാളികളെ ആകർഷിക്കാൻ വേണ്ടി വർഷം തോറുമുള്ള ഗരേഗോൾ ഫെസ്റ്റിവലിൽ പുരുഷന്മാർ അവരുടെ കണ്ണുകളുടെയും പല്ലുകളുടെയും തിളക്കം എടുത്തു കാണിക്കുന്ന ഏറ്റവും മികച്ച മേക്കപ്പ് ചെയ്യും. തൂവലുകളും മുത്തുകളും അലങ്കരിച്ച ആഭരണങ്ങൾ അണിഞ്ഞ് അവർ വർണ്ണാഭമായ വസ്ത്രങ്ങൾ ധരിക്കും. ഉത്സവത്തിന്റെ ഒരു പ്രധാന ആകർഷണം ഏക്ക ഡാൻസ് ആണ്. പുരുഷന്മാർ തോളിൽ നിന്ന് തോളിലേക്ക് അണിനിരന്ന് മനോഹരമായി ആടുകയും നൃത്തത്തിലുടനീളം അവർ കണ്ണുകളും പല്ലുകളും എടുത്തു കാണിക്കുകയും ചെയ്യും. അങ്ങനെ അവർ സ്ത്രീ ജഡ്ജിമാരെ ആകർഷിക്കും. ഈ ആചാരം നിരവധി ദിവസത്തേക്ക് നീണ്ടു നിൽക്കും. ഉത്സവ സമയത്ത് സ്ത്രീകൾ ആണുങ്ങളുടെ പ്രകടനങ്ങൾ നിരീക്ഷിക്കുകയും അവരുടെ ഉയരവും ഫേഷ്യൽ സിമെട്രിയും നൃത്തവൈദഗ്ധ്യവും എല്ലാം അടിസ്ഥാനമാക്കി പങ്കാളിയെ തിരഞ്ഞെടുക്കുകയും ചെയ്യും. അതുപോലെ ചൈനയിലെ ലോങ്ഹോങ് മിയാവോ സ്ത്രീകൾ അവരുടെ വ്യത്യസ്തമായ സാംസ്കാരിക ആചാരങ്ങൾക്കും പ്രത്യേകിച്ച് സ്ത്രീകൾ ധരിക്കുന്ന ശിരോവസ്ത്രങ്ങൾക്കും പേരുകേട്ടവരാണ്. ഏകദേശം 6 കിലോഗ്രാം ഭാരമുണ്ടാകും ഈ ശിരോവസ്ത്രങ്ങൾക്ക്. വെളുത്ത റിബണുകൾ കൊണ്ടുറപ്പിച്ച ചന്ദ്രക്കലയുടെ ആകൃതിയിലുള്ള മരച്ചീപ്പുകളിൽ കമ്പിളിയും ലിനനും പൂർവികരുടെ മുടിയും കൊണ്ട് പൊതിഞ്ഞാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത്. ഇത് മുമ്പ് അവർ ദിവസേന ധരിക്കാറുണ്ടായിരുന്നു. എന്നാൽ ഇപ്പോൾ അവധി ദിവസങ്ങളിൽ മാത്രമാണ് ധരിക്കുന്നത്. അവയിൽ ചിലത് നൂറുകണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള മുടിയിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഐക്കണിക് ശിരോവസ്ത്രങ്ങൾ പൂർവികരോടുള്ള ബഹുമാനത്തെയും സാംസ്കാരിക പൈതൃകത്തോടുള്ള പ്രതിബദ്ധതയുമാണ് പ്രതീകപ്പെടുത്തുന്നത്. അതേസമയം തെക്കൻ എത്യോപ്യയിലെ ബോഡി ഗോത്രത്തിൽ തടിച്ച പുരുഷന്മാരെ വീരന്മാരായി ബഹുമാനിക്കുന്നുണ്ട്. ഇതിനായി കായൽ സെറോമണി എന്ന ഒരു വാർഷിക പാരമ്പര്യം ഇവിടെയുണ്ട്. 6 മാസത്തെ തടിച്ചെടുക്കൽ പരിപാടിയിൽ പങ്കെടുക്കാൻ 14 വംശങ്ങളിൽ ഓരോന്നും അവിവാഹിതനായ ഒരു പുരുഷനെ തെരഞ്ഞെടുക്കും. ഈ കാലയളവിൽ പങ്കെടുക്കുന്നവർ ശാരീരിക പ്രവർത്തനങ്ങളിൽ നിന്നും ലൈംഗിക ബന്ധങ്ങളിൽ നിന്നും വിട്ടുനിൽക്കണം. കുടിലുകൾക്കുള്ളിൽ ഏകാന്തതയിലാണ് ഇവർ ഈ സമയം ജീവിക്കുന്നത്. രക്തത്തിൽ കലർന്ന പുതിയ പശുവിൻ പാലാണ് അപ്പോൾ അവരുടെ ആഹാരം. ശരീരഭാരം കൂട്ടാൻ ഗോത്രത്തിലെ സ്ത്രീകൾ ദിവസവും ഈ മിശ്രിതം അവർക്ക് നൽകും. ഒരാൾ ഒരു ദിവസം കുറഞ്ഞത് 2 ലിറ്ററെങ്കിലും കുടിക്കണം. വയർ കഴിയുന്നത്ര വലുതാക്കുകയാണ് ലക്ഷ്യം. മത്സരത്തിലെ വിജയിയെ ഒരു നായകനായി കണക്കാക്കുകയും ജീവിതകാലം മുഴുവൻ ബഹുമാനിക്കുകയും ചെയ്യും. തടിച്ച ഒരു പുരുഷന് വിവാഹം കഴിക്കാൻ ഗോത്രത്തിലെ എല്ലാ പെൺകുട്ടികളും സ്വപ്നം കാണുന്നുണ്ട്. ഇനി പടവും ഗോത്രത്തിലെ നിവാസികളെ പറ്റി പറയുകയാണെങ്കിൽ അവരുടെ നീണ്ട കഴുത്ത് വളരെ മനോഹരമാണെന്നാണ് കരുതുന്നത്. വിനോദസഞ്ചാരികൾ അവരെ ജിറാഫ് സ്ത്രീകൾ എന്നാണ് വിളിക്കുന്നത്. നീളമുള്ള കഴുത്ത് സൗന്ദര്യത്തിന്റെയും ചാരുതയുടെയും പ്രതീകമായിട്ടാണ് അവർ കണക്കാക്കുന്നത്. പെൺകുട്ടികൾക്ക് സാധാരണയായി 5 മുതൽ 9 വയസ്സുവരെ പ്രായമുള്ളപ്പോൾ ആദ്യത്തെ നെക്ക് റിങ്സ് കിട്ടും. ഇതവരുടെ ഒരു പ്രധാന ആചാരത്തെ അടയാളപ്പെടുത്തുന്നതാണ്. പ്രായപൂർത്തിയാകുമ്പോൾ ഒരു സ്ത്രീക്ക് 15 കിലോഗ്രാം വരെ വെയിറ്റുള്ള കോയിലുകൾ ധരിക്കാം. എന്നാൽ ആഭരണങ്ങളുടെ വെയിറ്റ് കാരണം തല ഉയർത്തിപ്പിടിക്കാൻ പോലും പ്രയാസമാണ്. കഴുത്തൊടിയാനുള്ള സാധ്യത പോലുമുണ്ട്. ആരോഗ്യപരമായ ആശങ്കകളും മാറിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക മനോഭാവങ്ങളും ഉൾപ്പെടെ വിവിധ ഘടകങ്ങൾ കാരണം ഇപ്പോൾ അതിന്റെ വ്യാപനം കുറഞ്ഞിട്ടുണ്ട്. ചില സമൂഹങ്ങളിൽ സാംസ്കാരിക പൈതൃകം സംരക്ഷിക്കുന്നതിനും ടൂറിസത്തെ ആകർഷിക്കുന്നതിനും വേണ്ടി ഈ ആചാരം നിലനിർത്തുന്നുണ്ട്. ഏറ്റവും കൗതുകകരമായ കാര്യം, ലോകം മുഴുവൻ ആളുകൾ പല്ലുകൾ വെളുപ്പിക്കുമ്പോൾ കറുത്ത പുഞ്ചിരിയേക്കാൾ മനോഹരമായി മറ്റൊന്നില്ലെന്നാണ് ഒഹോഗോറോ പാരമ്പര്യത്തിന്റെ അനുയായികൾ വിശ്വസിക്കുന്നത്. ഓരോ ഗുഹയുടെ ഉത്ഭവം കൃത്യമായി അറിയില്ലെങ്കിലും ഭൂപ്രഭുക്കന്മാർക്കിടയിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിൽ ഹിയാൻ കാലഘട്ടത്തിൽ ഇത് ശ്രദ്ധേയമായിരുന്നു. ഇരുണ്ട പല്ലുകൾ മുഖത്തിന്റെ വെളുപ്പിനെ ഉയർത്തിക്കാട്ടുന്നതിനാൽ കറുത്ത പല്ലുകൾ ആ കാലഘട്ടത്തിലെ സൗന്ദര്യത്തിന്റെ പ്രതീകമായി അവർ കണക്കാക്കി. പിന്നീട് ഏഴോ കാലഘട്ടത്തിൽ വിവാഹിതരായ സ്ത്രീകളും 18 വയസ്സിന് മുകളിലുള്ള അവിവാഹിതരായ സ്ത്രീകളും പ്രൊസ്റ്റിറ്റ്യൂട്ട്സും എല്ലാം ഈ രീതി സ്വീകരിച്ചു. നിരവധി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ജപ്പാനിൽ പ്രഭുക്കന്മാർക്ക് മാത്രമേ കറുത്ത പല്ലുകൾ വാങ്ങാൻ കഴിയുമായിരുന്നുള്ളൂ. അത് സമ്പത്തിന്റെ അടയാളമായിരുന്നു. പല്ലുകൾ മോശമായിരുന്ന ചക്രവർത്തിയുടെ ഭാര്യയെ അവർ അനുകരിക്കുകയായിരുന്നു എന്നും പറയുന്നുണ്ട്. സമ്പന്നർക്ക് മാത്രമേ ധാരാളം പഞ്ചസാര കഴിക്കാൻ കഴിയൂ. അതുകൊണ്ടാണ് അവരുടെ പല്ലുകൾ പെട്ടെന്ന് കേടാകുന്നതെന്ന് കരുതി മറ്റുള്ളവരെല്ലാം അത് അനുകരിക്കുകയും ചെയ്തിരുന്നു. ഇപ്പോൾ മ്യാൻമാറിൽ നിന്നുള്ള ഫാഷനിസ്റ്റുകൾ ഈ അസാധാരണ സൗന്ദര്യത്താൽ പുരുഷന്മാരെ ആകർഷിക്കുന്നുണ്ട്. ഇന്തോനേഷ്യയിലെ മെൻഡബായ് പീപ്പിൾ മൂർച്ചയുള്ള പല്ലുകൾക്ക് പ്രാധാന്യം നൽകുന്നവരാണ്. മിൻഡബായ് സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം സ്രാവിന്റെ മുനയോട് സാമ്യമുള്ള രീതിയിൽ പല്ലുകൾ ഉളിയിൽ കൊത്തിയെടുക്കുന്നത് ആഴത്തിൽ വേരൂന്നിയ ഒരു സാംസ്കാരിക ആചാരമാണ്.
ഈ രീതി പരമ്പരാഗതമായി ഒരു ഗോത്രമൂപ്പനോ ഷാമാനോ ആണ് അടിസ്ഥാന ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് നടത്തുന്നത്. ഇത് വേദനിപ്പിക്കുന്ന ഒരു കാര്യമാണെങ്കിലും അത് അഭിമാനത്തോടെയും പ്രതിരോധശേഷിയോടെയും അവർ ഏറ്റെടുക്കുന്നുണ്ട്. മൂർച്ചയുള്ള പല്ലുകൾ ഒരു സ്ത്രീയുടെ ആകർഷണീയത വർദ്ധിപ്പിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത്. ഒരു പുരുഷൻ ഗോത്രത്തിൽ കൂടുതൽ സ്വാധീനമുള്ളവനാണെങ്കിൽ അവന്റെ ഭാര്യ കൂടുതൽ സുന്ദരിയായിരിക്കണം. അതിനാൽ അവർ പല്ലുകൾ മൂർച്ച കൂട്ടുകയോ ഉളി ഉപയോഗിച്ച് മുറിക്കുകയോ ചെയ്യുന്ന ഒരു ആചാരം നടത്തിവരുന്നുണ്ട്. നമീബിയയിലെ ഹിംബ ഗോത്രത്തിൽ നിന്നുള്ള പെൺകുട്ടികളെ പറ്റി പറയുകയാണെങ്കിൽ അവരെ ആഫ്രിക്കയിലെ ഏറ്റവും സുന്ദരികളായിട്ടാണ് കണക്കാക്കുന്നത്. അവരുടെ മുടി നശിക്കാൻ സാധ്യതയുള്ളതിനാൽ അവർ മാസങ്ങളോളം കുളിക്കാറില്ല. അവർ ചർമ്മത്തിലും മുടിയിലും ഒഡ്ജീസ് എന്ന പേരുള്ള ഒരു ചുവന്ന പേസ്റ്റ് ഉപയോഗിക്കാറുണ്ട്. ഓർച്ചിസ്റ്റോൺ പൊടിച്ച് ബട്ടർഫാറ്റും സുഗന്ധമുള്ള സസ്യങ്ങളും കലർത്തിയാണ് ഈ പേസ്റ്റ് ഉണ്ടാക്കുന്നത്. ഈ മിശ്രിതം ചർമ്മത്തിനും മുടിക്കും ചുവപ്പ് നിറം നൽകും. സൗന്ദര്യത്തിനായി ആടിന്റെ രോമം മുടിയുടെ അറ്റത്ത് കടിപ്പിക്കുകയും ചെയ്യും. പൊള്ളലിൽ നിന്നും പ്രാണികളുടെ കടിയിൽ നിന്നുമെല്ലാം ഈ പേസ്റ്റ് അവരുടെ ചർമ്മത്തെ സംരക്ഷിക്കും. കൂടാതെ ഇതൊരു സോപ്പായും ഉപയോഗിക്കാറുണ്ട്. കൂടാതെ അങ്കോളിയയിലെ വില്ലാഗോത്രം മുടി സ്റ്റൈലിങ്ങിനായി പശുവിന്റെ ചാണകമാണ് ഉപയോഗിക്കുന്നത്. സ്ത്രീകൾ ഉണങ്ങിയ ചാണകം മരത്തിന്റെ പുറന്തൊലിയും എണ്ണയും ഔഷധ സസ്യങ്ങളുമായി മിക്സ് ചെയ്താണ് ഈ പേസ്റ്റ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം ഈ മിശ്രിതം അവരുടെ മുടിയിൽ പുരട്ടും. ഇപ്പോൾ ജപ്പാനിൽ യാബ ഒരു സൗന്ദര്യ പ്രവണതയായി മാറിയിരിക്കുകയാണ്. മുകളിലത്തെ പല്ലുകൾ ചെറുതായി പുറത്തേക്ക് തള്ളി നിൽക്കുകയും കൊമ്പുകൾ പോലെ കാണപ്പെടുകയും ചെയ്യുന്ന ഒരു ദന്തപ്രതിഭാസമാണിത്. സ്ത്രീകൾ ഇതിനെ ഭംഗിയുള്ളതോ യുവത്വമുള്ളതുമായി കണക്കാക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത് പെൺകുട്ടികളെ പൂച്ചകളെ പോലെ ആക്കുന്നുവെന്നാണ് ജാപ്പനീസ് ആൺകുട്ടികൾ പറയുന്നത്. ചിലർക്കത് നാച്ചുറലായി ഉണ്ടാകാറുണ്ട്. അവരുടെ പല്ലുകൾ പതിവിലും കൂടുതൽ വളരും. മറ്റുള്ളവർ ദന്തൽ പ്രൊസീജിയേഴ്സിനെ തീരുമാനിച്ചേക്കാം. 2010കളിൽ യാബയുടെ ജനപ്രീതി വളരെയധികം വർദ്ധിച്ചു. ഇന്ന് യാബ യുവസംസ്കാരത്തിൽ ആകർഷണീയതയുടെ പ്രതീകമായി കണക്കാക്കപ്പെടുന്നു. കാലുകൾ ഇതുപോലെ കാണപ്പെടുന്നില്ലെങ്കിൽ ഒരു ചൈനീസ് സ്ത്രീക്കും വിവാഹം കഴിക്കാൻ പറ്റാത്ത ഒരു കാലമുണ്ടായിരുന്നു. ലോട്ടസ് ഫീറ്റ് എന്നാണ് ഇത് അറിയപ്പെടുന്നത്. പുരുഷന്മാർക്ക് ഇത് വളരെ ആകർഷകമായി കണക്കാക്കപ്പെട്ടിരുന്നു. അനുയോജ്യമായ പാദത്തിന്റെ നീളം 7 സെന്റിമീറ്ററിൽ കൂടാൻ പാടില്ല. സാധാരണയായി 4-നും 9-നും ഇടയിൽ പ്രായമുള്ള പെൺകുട്ടികളുടെ കാലുകൾ തുണികൊണ്ട് മുറുകെ പൊതിയാറുണ്ടായിരുന്നു. കുട്ടി വളരുമ്പോൾ പാദങ്ങൾ ചെറുതും വികൃതവുമായി തുടരും. പെരുവിരലൊഴികെയുള്ള കാൽവിരലുകൾ ഒടിഞ്ഞ് പാദത്തിനടിയിൽ വളഞ്ഞിരിക്കും. പെൺകുട്ടികൾ ജീവിതകാലം മുഴുവൻ കാലിൽ ബാൻഡേജ് ചെയ്യണമായിരുന്നു. വലിയ പാദങ്ങൾ വൃത്തികെട്ടതായി കണക്കാക്കപ്പെട്ടിരുന്നതിനാലാണ് സൗന്ദര്യ നിലവാരം പരിപാലിക്കാൻ ഇങ്ങനെ ചെയ്തിരുന്നത്. ഇത് 20-ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഔദ്യോഗികമായി അവസാനിച്ചു. ബ്രസീലിലെ ആമസോൺ മഴക്കാടുകളിൽ നിന്നുള്ള ഒരു തദ്ദേശീയ വിഭാഗമായ കയാപ്പോ പീപ്പിൾ ചുണ്ടുകൾ തുളയ്ക്കുന്ന ഒരു പ്രത്യേകതരം പരിഷ്കരണം നടത്തുന്നുണ്ട്. പുരുഷന്മാരും സ്ത്രീകളും അവരുടെ താഴത്തെ ചുണ്ടുകൾ തുളച്ച് അലങ്കാര ഡിസ്കുകൾ തിരികും. ലിപ്ലേറ്റ്സ് അല്ലെങ്കിൽ പ്ലഗ് എന്നാണ് ഇതിനെ വിളിക്കുന്നത്. ഇത് കൗമാരത്തിൽ നിന്ന് പ്രായപൂർത്തിയാകുന്നതിലേക്കുള്ള പരിവർത്തനത്തെയാണ് പ്രതീകപ്പെടുത്തുന്നത്. ലിപ്ലേറ്റിന്റെ വലിപ്പവും സങ്കീർണതയും സമൂഹത്തിലെ ഒരു വ്യക്തിയുടെ സാമൂഹിക നിലയെയാണ് സൂചിപ്പിക്കുന്നത്. ലിപ്ലേറ്റുകൾ മരമോ കല്ലോ പോലെയുള്ള നാച്ചുറൽ വസ്തുക്കളിൽ നിന്നാണ് നിർമ്മിച്ചിരിക്കുന്നത്. അവസാനമായി ഇന്ത്യയിലെ അരുണാചൽ പ്രദേശിലെ അപ്പത്താനി ട്രൈബ്സ് ആണ്. ഇവർ ഒരു കാലത്ത് അവരുടെ സാംസ്കാരിക സ്വാതന്ത്ര്യത്തിന്റെ അഭിവാജ്യ ഘടകമായിരുന്ന ഫേഷ്യൽ ടാറ്റൂകൾക്കും നോസ് പ്ലഗുകൾക്കും പേരുകേട്ടവരാണ്. നെറ്റി മുതൽ മൂക്കിന്റെ അറ്റം വരെ നീളുന്ന കട്ടിയുള്ള കറുത്ത വരകളും താടിയിൽ ഹൊറിസോണ്ടൽ ലൈൻസും ഉപയോഗിച്ച് അപ്പത്താനി സ്ത്രീകൾ പരമ്പരാഗതമായി മുഖങ്ങളിൽ ടാറ്റൂ ചെയ്തിരുന്നു. സാധാരണയായി പ്രായപൂർത്തിയാകുമ്പോഴാണിത് ചെയ്തിരുന്നത്. മുള കൊണ്ട് നിർമ്മിച്ച നോസ് പ്ലഗുകളും അവരുടെ മൂക്കിൽ തിരികിയിരുന്നു. എതിരാളികളായ ഗോത്രങ്ങൾ സ്ത്രീകളെ തട്ടിക്കൊണ്ടുപോകുന്നതിൽ നിന്ന് സംരക്ഷിക്കാനാണിത് ചെയ്തിരുന്നത്. കാരണം അപ്പത്താനി സ്ത്രീകളെ അതിസുന്ദരികളായി കണക്കാക്കിയിരുന്നു. അതുകൊണ്ട് പുറത്തുള്ളവർക്ക് ആകർഷണം കുറയ്ക്കാൻ വേണ്ടിയാണിത് ചെയ്തത്. ഇതിൽ ആരുടെ ആചാരമാണ് നിങ്ങൾക്ക് ഇഷ്ടമായതെന്ന് കമന്റ് ചെയ്യുക. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ബെല്ലൈക്കൺ അമർത്തി ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുകയും വേണം. അടുത്ത വീഡിയോയിൽ കണ്ടുമുട്ടുന്നവരെ ഗുഡ് ബൈ, ജയ് ഹിന്ദ്.